പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പല കസ്റ്റമറും നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഈ ഷോൾഡർ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഷോൾഡർ നമുക്ക് നെക്കിൽ നിന്നും ഊരിപ്പോകുന്നു. ഈ ഊരിപ്പോകുന്ന ഇത് എത്രത്തോളം അങ്ങനത്തുള്ള കസ്റ്റമറെ നമ്മൾ എങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്യണം. ബാക്ക് നെക്ക് ഇറക്കം കൂടുതൽ വരുന്നവരുണ്ട്, ഷോൾഡർ വൈഡായി പോകുന്നു. എത്രമാത്രം ശ്രദ്ധിച്ചിട്ടും ഷോൾഡറിൻ്റെ ഒരു കണക്കിലേക്ക് നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി മാത്രം നമുക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ പറ്റി മാത്രമുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ പല രീതിയിലുള്ള ഷോൾഡർ നമ്മൾ കാണാറുണ്ട് സാരി ബ്ലൗസിന്. അപ്പോൾ കസ്റ്റമറുടെ ഷോൾഡർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എത്ര കണക്ക് പറഞ്ഞു തന്നാലും നമ്മുടെ ഓരോ കസ്റ്റമറും ഓരോരോ രീതിയിലായിരിക്കും നമ്മൾക്ക് ഈ ഇതിട്ട് കഴിയുമ്പം വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര കണക്ക് നോക്കി ചെയ്താലും ഈ കസ്റ്റമറുടെ ബോഡി ഷേപ്പ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ബ്ലൗസിൽ സ്വയമേ നമ്മൾ വരുത്തി എടുക്കണം. 4 സൈസ് ഷോൾഡറുകൾ ഏകദേശം ഇപ്പം നമ്മുടെ ഒരു രീതി വെച്ച് കണ്ടുവരാറുണ്ട്. അപ്പം ഈ 4 സൈസ് ഷോൾഡറിനും എത്രത്തോളം ഗുണകരമായ ഒരു കാര്യം നമുക്ക് നോക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്തു വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു. നമ്മൾ 13.5 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം. നോക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുണി കൊടുത്തു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഈ ബ്ലൗസ് വെട്ടുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഷോൾഡർ ഇപ്പം 6ൽ 1 നമ്മൾ ബോഡി വണ്ണം എത്രയാണോ അതിൻ്റെ 6ൽ 1 നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്. 6ൻ്റെ ഈ 6ൽ 1 തന്നെയാണ് നമ്മൾ കൈക്കുഴിയും ഇറക്കുന്നത്. മനസ്സിലാവും? ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഇത്രയും മാർക്ക് ചെയ്യണം. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബാക്ക് നെക്ക് എത്രയാണ് നമ്മൾ ഇറക്കുന്നതെന്ന്. ബാക്ക് നെക്ക് ഈ കൈക്കുഴിയിൽ നിന്നും താഴുന്നെങ്കിൽ മാത്രം നമ്മൾ ഷോൾഡറിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ ബാക്ക് നെക്ക് താഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ 6 എന്നുള്ളത് ബോഡി വണ്ണത്തിൽ നിന്നും ഒരു 5 ആക്കിയാലും നമുക്ക് കുഴപ്പമില്ല. കാരണം ഷോൾഡർ ബാക്ക് നെക്ക് 4.5 ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബോഡി വണ്ണത്തിൽ നിന്നും ഷോൾഡർ അധികം കുറയ്ക്കേണ്ട കാര്യമില്ല. അപ്പം ആദ്യം നമ്മൾ ഷോൾഡർ വൈഡായി പോകുന്ന ഒരു ബ്ലൗസ് നമ്മളോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നെക്കിൻ്റെ വൈഡ്, അതായത് 10ൽ 1 ബോഡി വണ്ണത്തിൻ്റെ 10ൽ 1 4 ഇഞ്ച് കുറച്ച് ഒക്കെയാണ് നമ്മൾ നെക്കിൻ്റെ വൈഡുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളിത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ ബാക്ക് നെക്ക് നമുക്ക് 9 ഇഞ്ചാണെന്ന് വെക്കാം. 9 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ ഒരു ലൈനിൽ കൂടെ ടേപ്പ് സ്കെയിൽ വെക്കുന്നു. സ്കെയിൽ വെച്ചിട്ട് 1/2 ഇഞ്ചും കൂടെ താക്കും. കൈക്കുഴി താത്ത് വെച്ചിട്ട് എത്രത്തോളം നമുക്ക് ഈ ഷോൾഡർ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടുക. ഇതിൽ 1 ഇഞ്ചിന് 4 ഇഞ്ച് വെച്ച് നമ്മൾ കുറച്ച് കൊടുക്കണം. മനസ്സിലാവും? അപ്പം ഈ കൈക്കുഴിയുടെ ലെവലിൽ നിന്നും 1 ഇഞ്ചിന് 4 ഇഞ്ച് വെച്ച് നമ്മുടെ ഷോൾഡർ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എത്ര പറയണ്ടേ? 6ൽ 1 നമ്മൾ ഷോൾഡർ കൊടുത്തെങ്കിൽ ഇത് 2 ഇഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ഈ കൈക്കുഴിയുടെ ഇവിടുന്ന് 1/2 ഇഞ്ച് താത്തിട്ട് സ്ട്രേറ്റ് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിലവിൽ നമ്മൾ 6ൽ 1 മാർക്ക് ചെയ്തു. 6ൽ 1 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 2 ഇഞ്ച് ഇല്ല 2.5 ഇഞ്ച് താന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1/2 ഇഞ്ചും ഒരു പോയിൻറ്റും ഇവിടെ കുറയ്ക്കണം. പോയിൻറ്റും കുറച്ചിട്ട് ഈ ഷോൾഡർ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ചെരിച്ചിങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതുണ്ടോ എത്രത്തോളം വരുന്നു എന്ന് കണ്ടോ? ഈ ഷോൾഡർ ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യണം. ഈ കൈക്കുഴിയുടെ അങ്ങോട്ട് കാണുന്നുണ്ട്. ഈ കൈക്കുഴിയുടെ അങ്ങോട്ട് നമ്മൾ ചെരിച്ച് ഈ സൈഡ് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യണം. ഇത്രയും വ്യത്യാസം വന്നു അല്ലേ? ഇനി ഒരു കാര്യം കൊണ്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെക്ക് 2 ഇഞ്ച് കുറയുമ്പോൾ ബോഡി വണ്ണം, ഇപ്പം നമ്മൾ 36 ബോഡി വണ്ണമെങ്കിൽ അതിൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 40.
ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ മാർക്കിൽ നിന്നും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, 1/2 ഇഞ്ച് ഈ വണ്ണവും കുറച്ച് കൊടുക്കും. 1/2 ഇഞ്ച് വണ്ണം കൊണ്ട് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ആ 1/2 ഇഞ്ച് വണ്ണം കൊണ്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഇവിടുന്ന് വരുന്ന ഈ ക്രോസിന് കൈക്കുഴി നമുക്ക് കൂടുതൽ വരും. ആ കൂടുതൽ വരുമ്പോൾ ഈ 1/2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഈ കൈക്കുഴിയുമായിട്ട് നമുക്ക് സാമ്യം വരും. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കുറയ്ക്കുന്നു, ഇവിടെ നമ്മൾ ബോഡി വണ്ണത്തിൽ 1/2 ഇഞ്ച് കുറയ്ക്കുന്നു. കാരണം ഈ ബാക്ക് നെക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാഗത്ത് നിന്നും ക്രോസിൽ ഒരു ബാഗിലൊരു വലിവ് വരും. ഈ ഭാഗത്ത് ആ വലിവ് വരുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വണ്ണം കൊണ്ട് ഇവിടെ കുറച്ച് കൊടുക്കണം. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരിക്കലും വണ്ണം നമ്മൾ കുറയ്ക്കില്ല. 28 ആണെങ്കിൽ 4 ഇഞ്ച് 8 ഇഞ്ച് ഇട്ടോണം. 29 ആണ് 30 ആണ് 7.5 ഇട്ടോണം. അത് കറക്റ്റ് ചെയ്ത് പോകണം. ഒരു കാരണവശാൽ ഇവിടെ കുറയില്ല. പക്ഷെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ വണ്ണം കൂടെ 4 ഇഞ്ച് കുറച്ച് കൊടുക്കണം. സാരി ബ്ലൗസ് കൊണ്ടുവന്നിട്ട് ബ്ലൗസ് വന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് കുറയണം എന്ന് പറഞ്ഞാൽ, ഒരു ബാക്ക് നെക്ക് ഇല്ലെങ്കിൽ കൂട്ടണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുമല്ലേ. 1 ഇഞ്ചും കൂടെ എനിക്ക് ബാക്ക് നെക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, 4 ഇഞ്ച് ഷോൾഡറും കൂടെ കുറച്ച് കൊടുക്കണം. നമ്മൾ ആ സെയിമിൽ തന്നെ വെട്ടുകയും ബാക്ക് നെക്ക് ഇറക്കി കൊടുക്കുകയും കൂടെ ചെയ്താൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഷോൾഡർ വൈഡായി പോവും. ഇവിടെ ഓപ്പൺ നെക്ക് ലൂസാകും. ഈ നെക്ക് ലൂസാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നാണ് ബാക്ക് നെക്ക് ഇറങ്ങുന്നതിന് ലൂസ് കുറച്ച് കൊടുക്കണം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചിലർ 40 ഇഞ്ച് ബോഡി വണ്ണം 40 നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു, പറഞ്ഞുതരാം. അല്ലെങ്കിൽ 36 ആണ്, 34 8 ഇവിടെ മാർക്ക് ചെയ്തു. 8 മാർക്ക് ചെയ്തിട്ട് ചിലർ 1 ഇഞ്ച് ഇങ്ങനെ തള്ളും. 1 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്തു എന്ന് പറയും. ഇവിടെ 1 ഇഞ്ച് തള്ളുന്നതും ബോഡി വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് ചേർത്ത് നമ്മൾ അതിൻ്റെ 4 കാണുന്നതും വളരെ സെയിമാണ്. അപ്പോൾ പല രീതിയിൽ ഞാനിങ്ങനെ ബോഡി വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് തള്ളി അതിൻ്റെ 4 ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ചിലർ പറയും ഞങ്ങൾ അത്രയും തള്ളുന്നില്ലല്ലോ, ഞങ്ങൾ 1/2 ഇഞ്ച് ഇടുന്നുള്ളൂ, 1 ഇഞ്ച് ഇടുന്നുള്ളൂ. 1/2 ഇഞ്ച് ഇട്ടാൽ 2 ഇഞ്ച് ബോഡി വണ്ണത്തിൽ നിന്നും ഇത് കൂടും. 1 ഇഞ്ച് ഇട്ടെങ്കിൽ 4 ഇഞ്ച് കൂടും. അപ്പം ഈ കണക്ക് രണ്ടും തുല്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം. കാരണം ഒത്തിരി പേര് ഈ ഷോൾഡർ വൈഡായി പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഈ 1/2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞിട്ട് സംശയം തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് ഈ 1/2 ഇഞ്ച് കുറച്ച ഭാഗത്തു നിന്ന് അളന്ന് നോക്കണം. ഇത്തപ്പോഴും കൈക്കുഴി നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ച് നമുക്ക് കൈക്കുഴി തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കിക്കോണം കേട്ടോ. അത് ആ ഭാഗം പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഷോൾഡർ നമ്മൾ ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കും. ഈ ഷേപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ കുത്തനെ, അതായത് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് കുത്തനെ നമ്മൾ ഒരിക്കലും ഈ ഷോൾഡർ കൊടുക്കരുത്. ഷേപ്പ് വെട്ടുമ്പം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇല്ല നെക്ക് ഇങ്ങനെ കോർത്തു പോകും. ഈ തുടങ്ങുന്നിടത്ത് ചെറിയൊരു ഓവലിൽ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗം ഒരു ഓവലിൽ കൊടുത്ത് വെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നെക്കിൻ്റെ ഒരു കൂർപ്പ് ഇല്ലാതെ പോകും. ഇങ്ങനെ ഒരു കറക്റ്റ് ഇങ്ങനെ ക്രോസിൽ ഇങ്ങനെ ഒരു വരച്ച് ഷോൾഡർ വെട്ടല്, ഷോൾഡറിൻ്റെ നെക്ക് പോയ ഭാഗം വരുമ്പോൾ ചെറിയ ഓവലിലേ വെട്ടാവുള്ളൂ. ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. സാരി ബ്ലൗസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ചെറിയ വർക്ക് പരിപാടിയാണ്. എങ്കിൽ തന്നെയും അത് ചെയ്തില്ലെങ്കിൽ ആ നെക്കിൻ്റെ എല്ലാവിധ ഫിനിഷിങ്ങും പോകും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്കെച്ച് ബുക്കിൽ എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇതേ മോഡലിലുള്ള സാരി ബ്ലൗസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയതിന് ശേഷമേ നിങ്ങൾ കട്ട് ചെയ്യാവുള്ളൂ. ഇനി അതല്ല സ്വന്തമായിട്ട് നിങ്ങൾ വെട്ടി തയ്ക്കുന്നുണ്ടെങ്കിലും ഈ വക കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പം എപ്പോഴും ഒരു പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോഴും ഞാൻ തയ്ച്ച് കൊടുക്കുന്ന കസ്റ്റമറുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്തി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നു, അത് കുഴപ്പമില്ലെന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ. ആ വീഡിയോ ഇട്ടാലും 1-2 പ്രാവശ്യം 2-3 ഐഡിയ തന്ന് നിങ്ങളുടെ സംശയങ്ങൾ തീർന്നതിന് ശേഷമുള്ള അതേപ്പറ്റിയുള്ള വീഡിയോ നിർത്തിയിട്ട് പുതിയ വീഡിയോയിലേക്ക് പോകാറുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഘട്ടങ്ങളായിട്ട് തന്നെ എഴുതിയിടുകയും ഘട്ടങ്ങളായി തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു
രീതികളെപ്പറ്റി പഠിക്കുകയും ഓരോ കസ്റ്റമർ വരുമ്പോൾ അവരെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കണം. അതുപോലെ തന്നെ അതിട്ട് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം എങ്ങനെയുണ്ട് എന്ന്. നമുക്ക് അടുപ്പമുള്ള കസ്റ്റമറാണ്, സംസാരിച്ച് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, ധൈര്യമായിട്ട് തന്നെ ഇടുകയും ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക്